ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എ ടു സെഡ് മലയാളം ചാനൽ. ഞാൻ പ്രജീഷ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്ന് കുറച്ച് മീനിൻ്റെ കുഞ്ഞുങ്ങളെ മേടിക്കാൻ പോവാണ്. അപ്പോൾ നല്ലൊരു ഫാം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് പോവാം. അങ്കമാലി മൂവാറ്റുപുഴ റൂട്ടിലുള്ള കീഴിലം കനാൽ ജംഗ്ഷനിലാണ് ഈ ഫാം ഉള്ളത്. ഇത് ഇപ്പോൾ ഗിഫ്റ്റ് തിലാപ്പിയയുടെ കുഞ്ഞുങ്ങളാണ്. ഒരു 5 രൂപ റേഞ്ചുള്ള കുഞ്ഞുങ്ങളാണ്. ഈ ലൈൻ മൊത്തം ഗിഫ്റ്റ് തിലാപ്പിയ തന്നെയാണ്. അതിൽ 5 രൂപ റേഞ്ചിലുള്ള കുഞ്ഞുങ്ങളാണ് മൊത്തം കിടക്കുന്നത്. അത്യാവശ്യം നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു ഫാമാണ്. ഇത് താഴെയായിട്ട് ആസാം വാളയുടെ അക്വേറിയാണ്. ഇതാണ് ആസാം വാള. പണ്ട് ഇത് ഓർണമെൻ്റൽ ഫിഷായിട്ടാണ് യൂസ് ചെയ്തിരുന്നത്. ഇപ്പോൾ നേരെ മറിച്ച് ആൾക്കാർ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതിനെ വളർത്തുന്നത്. നല്ല ഗ്രോത്തുള്ള മീനാണ്. അത്യാവശ്യം വീട്ടിലത്തെ വേസ്റ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പച്ചക്കറി വേസ്റ്റ്, ചോറ് ഇതൊക്കെ കൊടുക്കാൻ പറ്റുന്ന മീൻ തന്നെയാണ്. ഇനി നമുക്ക് ഗിഫ്റ്റിൻ്റെ തന്നെ കുറച്ചും കൂടി വലിയ സൈസ് നോക്കാം. ഇതൊരു 10 രൂപ റേഞ്ചിൽ വരുന്ന ഗിഫ്റ്റ് തിലാപ്പിയാണ്. അപ്പോൾ ഇതുപോലെയുള്ള കുറേ അക്വേറിയം കിടക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, അക്വേറിയത്തിൽ മാത്രമല്ല, ഇതിന് പുറത്ത് ടാങ്കുകളിലും ഇതിൻ്റെ കുഞ്ഞിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഷോയ്ക്ക് മാത്രം കുറച്ച് പിടിച്ച് അക്വേറിയത്തിൽ ഇട്ടേക്കണമെന്നുള്ളൂ. അപ്പം നമ്മൾ മീനിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ മേടിച്ച് ഒരു ഗിഫ്റ്റിൻ്റെ 100 കുഞ്ഞിനെ ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ 5 രൂപ റേഞ്ചിലുള്ള കുഞ്ഞുങ്ങളാണ് ഈ കാണുന്നത്. അത്ര ചെറുതല്ല, അത്രയും വലുതല്ല, ഒരു മീഡിയം സൈസാണ്. ഇതാണ് ഞാൻ ആദ്യമായിട്ട് കുത്തിയ കുളം. ഇപ്പോൾ കുളം ഞാൻ വറ്റിച്ച് ഒന്ന് സെറ്റ് ചെയ്തതാണ്. ഇപ്പോൾ പുതിയ മീനിടാനായിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് ഇപ്പോൾ 2 ആഴ്ചയായിട്ട് കാര്യമായിട്ട് കിടക്കുകയാണ്. ഇത് ഞാൻ വറ്റിക്കണ വീഡിയോ ആണ്. കുളം മുൻപ് വറ്റിച്ചിട്ട് മീനൊക്കെ കാലിയാക്കി പുതിയ മീൻ ഇറക്കാൻ വേണ്ടി സെറ്റ് ചെയ്യണ വീഡിയോ ആണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു പൈപ്പ് ഇട്ടിട്ട് താഴത്തേക്ക്, ഭൂമി സ്ലോപ്പായിട്ട് കിടക്കുന്ന കാരണം ജസ്റ്റ് പൈപ്പ് ഇട്ടിട്ട് അതൊന്ന് നമ്മൾ അക്വേറിയത്തിൽ നിന്നൊക്കെ വെള്ളം വലിച്ച് കളയണ പോലെ ഒന്ന് പൈപ്പ് ഇട്ട് വെള്ളം വലിച്ച് കളഞ്ഞാൽ മതി. അപ്പം അത്യാവശ്യം നല്ല ഫോഴ്സിൽ വെള്ളം പോകുന്നുണ്ട്. കുറച്ച് സമയം എടുക്കും വെള്ളം വറ്റാനായിട്ട്. പക്ഷെ ആ കുളത്തിലെ ഒരു 3/4 ഭാഗത്തോളം വെള്ളം വറ്റുള്ളൂ, അതിൽ കൂടുതൽ വറ്റില്ല. അത്രയും സ്ലോപ്പ് ഭൂമിക്ക് കിട്ടാത്ത കാരണം കൊണ്ട് അത്രയ്ക്കേ വറ്റുള്ളൂ. ബാക്കി വെള്ളമൊക്കെ കൈകൊണ്ട് ബക്കറ്റ് വെച്ച് ഉപയോഗിച്ചിട്ട് വെള്ളം കോരി വറ്റിക്കുക ചെയ്തേ. മോട്ടറൊന്നും ഇല്ല, തൽക്കാലം മോട്ടറൊന്നും മേടിച്ചിട്ടില്ല. അപ്പോൾ ഇത് ഫുൾ മീനെ പിടിച്ച് കാലിയാക്കി. പക്ഷെ ആ വീഡിയോ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. നല്ല മഴയായിരുന്നു, പെട്ടെന്ന് മഴ പെയ്തു, ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ആ വീഡിയോ അതിൽ ഇടാൻ പറ്റിയില്ല. ഇപ്പോൾ 2 ആഴ്ചയായിട്ട് കുളത്തിൽ വെള്ളം നിറച്ചിട്ട് ചാണകവെള്ളമൊക്കെ കലക്കിയിട്ട് 2 ആഴ്ചയായി. ഇപ്പോൾ നമുക്ക് മീൻ ഇറക്കാൻ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ മീൻ ഇറക്കണേക്കാൾ മുൻപ് ജസ്റ്റ് വാങ്ങിച്ച് കൊണ്ടുവന്ന കവറ് അടക്കം വെള്ളത്തിൽ മുക്കി വയ്ക്കുക. ഒരു 10-15 മിനിറ്റ് നേരം ആ വെള്ളത്തിൽ മുങ്ങിയിരിക്കണം. ഇതിൻ്റെ ഉള്ള കവറിൻ്റെ അകത്തുള്ള വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറും നമ്മുടെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറും ഈക്വൽ ആയതിന് ശേഷം മാത്രമേ മീനെ തുറന്നു വിടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ടെമ്പറേച്ചർ വ്യതിയാനം ഉണ്ടാകുമ്പോൾ മീനുകൾക്ക്
അത് പറ്റിയെന്ന് വരില്ല, ചിലപ്പോൾ കുറേയൊക്കെ ചത്തുപോകും. ഇപ്പോൾ എന്നിട്ട് നമുക്കിപ്പോൾ അങ്ങനെ ഇറക്കി വിടാം മീനെ. ഇപ്പോൾ ഈ കുളത്തിൽ ഇടാവുന്നതിൽ കൂടുതൽ മീൻ ഇട്ടിട്ടുണ്ട്. ഒരു 50 മീനൊക്കെ നമുക്ക് ഈ കുളത്തിൽ ഇടാൻ പറ്റുള്ളൂ ശരിക്കും നോർമൽ കേസിൽ. പക്ഷേ ഞാനിപ്പോൾ ഒരു 100 ഇറക്കിയിട്ടുണ്ട്. പക്ഷേ ഈ മീൻ വലുതാവും തോറും അതിന് ഓക്സിജനും എയറേഷനും കൊടുക്കേണ്ടി വരും. ഒപ്പം വാട്ടർ ഫിൽറ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഇനി അടുത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.